ഹായ് ഓൾ. വെൽക്കം ബാക്ക് ടു നിഷൻസ് വൈറ്റ് ബോർഡ്. ഒരു ചെറിയൊരു ലാഗ് വന്നിട്ടുണ്ട്. വേറെ ഒന്നല്ല, ഇപ്പം ഇൻഡിവിജ്വൽ കുറച്ച് പേർക്ക് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. വീഡിയോസിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് വന്നു. ഒന്ന് മഴ കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം നല്ല നോയ്സ് കയറുന്നുണ്ടായിരുന്നു. വീഡിയോ എടുത്തു, പക്ഷെ നല്ല നോയ്സ് കയറുന്നുണ്ടായിരുന്നു. അതൊരു സാറ്റിസ്ഫൈങ് ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഒരു ഇത്തിരി ഡിലേ വന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് ലോജിക്കൽ റീസണിങ് ആണ്. ഡയറക്ഷൻ ടെസ്റ്റ്, അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പം ഞാൻ ഈ സംസാരിക്കുന്നതിനിടയിൽ പല പ്രശ്നങ്ങളൊക്കെ വരും, പ്രൊനൗൺസിയേഷൻ ഇഷ്യൂസൊക്കെ വരും. കാരണം ഞാനൊരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് നല്ല അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കുറച്ച് പ്രൊനൗൺസിയേഷന് കുറച്ചൊന്ന് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം എൻ്റെ സംസാരം കേട്ടിട്ടൊന്നും വിചാരിക്കരുത്, ഇതൊക്കെ കൊണ്ടാണ്. എൻ്റെ മാക്സിമം ഞാൻ പ്രോപ്പർ ഇതിൽ പറയാൻ നോക്കും, പക്ഷേ ചിലതൊക്കെ അറിയാമല്ലോ, പിന്നെ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരം ഇങ്ങനെ ഭൂ എന്നൊക്കെ പറഞ്ഞ് പൊട്ടുന്നുണ്ടാവാം. അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം പറഞ്ഞല്ലോ, ഒരു വൺ മാൻ ആർമി പോലെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നതല്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരും. എല്ലാവരും അത് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് ഡിലേ ആക്കാതെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. വെൽക്കം ടു നിഷൻസ് വൈറ്റ് ബോർഡ് ആൻഡ് ഹിയർ ഗോസ് യുവർ ക്ലാസ്. ഡയറക്ഷൻ ടെസ്റ്റ്. ഇപ്പോൾ ഡയറക്ഷൻ എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, നമുക്കുള്ളത് മെയിൻലി 4 ഡയറക്ഷനാണ്. അതായത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അതിനകത്തും ഒരു 4 ഡയറക്ഷൻസ് ഉണ്ട്. നോർത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ അകത്തുള്ളതാണ്. അപ്പോൾ നമുക്കതൊന്ന് പ്ലോട്ട് ചെയ്യാം. കാരണം നമ്മുടെ ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇനി മൊത്തം ഈ ഡയറക്ഷൻസ് റിലേറ്റ് ചെയ്ത്, അതായത് നോർത്തും സൗത്തും എല്ലാം റിലേറ്റ് ചെയ്യുന്ന ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഇതൊരു സിമ്പിൾ ടോപ്പിക്കാണ്, വളരെയധികം സിമ്പിൾ ടോപ്പിക്കാണ് വെച്ചതിൽ. അതുകൊണ്ടാണ് ആദ്യം ഇത് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പ്ലോട്ട് ചെയ്യാം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കൊച്ചിലെ തൊട്ട് പഠിക്കുന്ന മെയിലുള്ള 4 ഡയറക്ഷൻസ് എന്ന് പറയുന്നത്. ഇതാണല്ലോ. ഈസ്റ്റ് ചിലവർക്ക് കൺഫ്യൂസ് ആവാറുണ്ട്, ഈസ്റ്റും വെസ്റ്റും എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ റൈറ്റ് എന്ന് പറയുന്നത് ഈസ്റ്റ് ആണ്, അതായത് ഈറ്റിംഗ് ഹാൻഡ്, റൈറ്റ് ഹാൻഡ് ഈസ്റ്റ്. ഓപ്പോസിറ്റ് ഉള്ളത് വെസ്റ്റ്. പിന്നെ നോർത്തും സൗത്തും അത് എല്ലാവർക്കും ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഇനി ഇതിൻ്റെ അകത്തുള്ള 4 ഡയറക്ഷൻസ്, അതായത് നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ് ആൻഡ് നോർത്ത് വെസ്റ്റ്. ഇതാണ് അതിൻ്റെ അകത്തിരിക്കുന്ന വേറെ 4 ഡയറക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് 8 ഡയറക്ഷൻസ് ആണ് ഉള്ളത്. ഇതിൽ വേറൊരു കാര്യം കൂടെ നമുക്ക് ഈ ആൻറ്റി ക്ലോക്ക് വൈസ് ഒക്കെ നമ്മൾ കൊച്ചിലെ തൊട്ട് പഠിച്ചവരാണ്. നമുക്കതൊന്ന് റീകളക്ട് ചെയ്യാം. ഇതിൻ്റെ ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ, നോർത്തിൻ്റെ ക്ലോക്ക് വൈസ് എന്ന് പറയും, നോർത്തിൽ നിന്ന് നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് എവിടെയാണ്? ഇതാണ് ക്ലോക്ക് വൈസ്. അതായത് പോസിറ്റീവ് എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യാം. ക്ലോക്ക് വൈസ് പോസിറ്റീവ്, ആൻറ്റി ക്ലോക്ക് വൈസ് നെഗറ്റീവ് എന്നാണല്ലോ നമ്മൾ കൊച്ചിയിൽ തൊട്ട് പഠിച്ചു വരുന്നത്. ആ മെത്തേഡ് തന്നെ നമുക്ക് ഫോളോ ചെയ്യും. ഇത് ക്ലോക്ക് വൈസ് ആൻഡ് ദിസ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ്, അതായത് ഞാൻ നെഗറ്റീവ് എന്ന് ഡിനോട്ട് ചെയ്യണം. സെയിം ലൈക്ക് ദാറ്റ് ഈസ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ്, സൗത്തിൽ നിന്ന് നോക്കുമ്പോൾ ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ്, ആൻഡ് വെസ്റ്റിൽ നിന്ന് നോക്കുമ്പം ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ്. അതായത് ഇങ്ങോട്ടുള്ളത് ക്ലോക്ക് വൈസും ഇങ്ങോട്ടുള്ളത് ആൻറ്റി ക്ലോക്ക് വൈസ് നോർത്തിൽ നിന്ന് നോക്കുമ്പോൾ. അത് ഈസ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ എന്ത് പറ്റും? നമ്മളപ്പോൾ ഇങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്. അപ്പം ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരും, ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരും. സൗത്തിൽ നിന്ന് നോക്കുമ്പോഴോ ക്ലോക്ക് വൈസസ് എന്ന് പറയുന്നത് ഇങ്ങനെ വരും, ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് ഇങ്ങനെ വരും. വെസ്റ്റിൽ നിന്ന് നോക്കുമ്പോഴോ ക്ലോക്ക് വൈസ് ഇങ്ങോട്ട്, ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങോട്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ക്ലോക്ക് വൈസ്, ആൻറ്റി ക്ലോക്ക് വൈസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. ഇനി വേറൊരു കാര്യം കൂടെ പറ്റും. ഓക്കെ, ഇനി നോർത്തിൻ്റെ ലെഫ്റ്റും റൈറ്റും നമുക്ക് നോക്കാം. നോർത്തിൻ്റെ ലെഫ്റ്റ് എവിടെ? നമ്മൾ നോർത്തിലോട്ട് ഫേസ് ചെയ്യണം. അപ്പം നോർത്തിൻ്റെ ലെഫ്റ്റ് ഇത്, നോർത്തിൻ്റെ റൈറ്റ് ഇത്. അപ്പോൾ നമ്മൾ ഈസ്റ്റിലോട്ട് ഫേസ് ചെയ്യുമ്പോഴോ നോർത്തിൻ്റെ ലെഫ്റ്റ് എപ്പുറത്തോട്ട് വരും? ഇപ്പുറത്തോട്ട് വരും. നോർത്ത് ലെഫ്റ്റ് ഇത്, ഈസ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ ഇതാണ് റൈറ്റ്. അതേ സൗത്തിൽ നിന്ന് നോക്കുമ്പോൾ എന്ത് പറ്റും? ഇങ്ങോട്ട് ലെഫ്റ്റും ഇങ്ങോട്ട് റൈറ്റും. അതേ വെസ്റ്റിൽ ഈ ആരോയിലോട്ട് നമ്മൾ ഫേസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ എന്ത് വരും? ഇവിടെ ലെഫ്റ്റ് ആൻഡ് ഇവിടെ റൈറ്റ്. ഇനി ഇത് നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂസിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പമുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നോർത്തിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റും റൈറ്റും ആണ്, നോർത്തിൻ്റെ ലെഫ്റ്റും റൈറ്റ് ആണല്ലോ. ഇത് ഓക്കെ ആണല്ലോ. സൗത്ത് എന്ന് പറയുമ്പോൾ എന്താ? നോർത്തിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ്. ഇവിടെ റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ലെഫ്റ്റ്, ഇവിടെ ലെഫ്റ്റ് ആണെങ്കിൽ ഇവിടെ റൈറ്റ്, ഇവിടെ റൈറ്റ് ആകുമ്പോൾ ഇവിടെ ലെഫ്റ്റ്, ഇവിടെ ലെഫ്റ്റ് ആകുമ്പോൾ ഇവിടെ റൈറ്റ്. ദാറ്റ് ഈസ്
കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് ഇത് ഡിനോട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇനി തുടക്കമൊക്കെ കുറച്ച് ചിലപ്പോൾ ഈ ഡയറക്ഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് അത് ഓർത്തിരിക്കാൻ ചിലപ്പോൾ ഒരു കൺഫ്യൂസിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോകെ പോകെ നിങ്ങൾക്ക് ഇതൊക്കെ കാണാപ്പാടാവും. ഈ ഒരു ഡയഗ്രാം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് ഇപ്പോൾ ബുക്കിലാണെങ്കിൽ ബുക്കിൽ, അല്ലെങ്കിൽ പേപ്പറിലെങ്കിൽ പേപ്പറിൽ, എവിടെയാണെങ്കിലും ഇതൊന്ന് പ്ലോട്ട് ചെയ്ത് വെക്കുക. കാരണം ഫർദർ ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ഈ ഡയഗ്രാം വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇത് പ്ലോട്ട് ചെയ്ത് വെക്കുക. സോ ദിസ് ഇസ് ദ ഡയഗ്രാം. ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇത് നോർത്ത്, ഇത് സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഈസ്റ്റ് എന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റൈറ്റ് ഹാൻഡ് ഈറ്റിംഗ് ഹാൻഡ്, സോ ഈറ്റിംഗ് ഹാൻഡ് ഈസ്റ്റ് അങ്ങനെ ഓർക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് എന്താണോ ഓർക്കാൻ താല്പര്യമുള്ളത് അത് ഓർത്ത് വെക്കുക. സോ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അതിൽ 4 ഇന്റർ ഡയറക്ഷൻസ് ഉണ്ട്. ദാറ്റ് ഇസ് നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്. സോ നോർത്തിൻ്റെ റൈറ്റും ലെഫ്റ്റും, ഈസ്റ്റിൻ്റെ റൈറ്റും ലെഫ്റ്റും, സൗത്തിൻ്റെ റൈറ്റും ലെഫ്റ്റും, വെസ്റ്റിൻ്റെ റൈറ്റും ലെഫ്റ്റും. സോ ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോഴും എപ്പോഴും ഇതാണ് ക്ലോക്ക് വൈസ്. ആൻഡ് ദിസ് ഇങ്ങോട്ട് പോകുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇതുവരെ ഓക്കെയാണല്ലോ. അപ്പോൾ ഇതൊന്ന് പ്ലോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഡയഗ്രാം എല്ലാവരും പ്ലോട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ബേസിക് ഫോം ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. ബട്ട് ഈ ക്വസ്റ്റ്യൻസ് IBPS POയിൽ ചോദിച്ചിട്ടുണ്ട്. 2005 ചോദിച്ചിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്താണ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് മൂവ് ചെയ്യാം. ദ ക്വസ്റ്റ്യൻ ഈസ് ഓൺ സ്ക്രീൻ. A rat runs 20 cm towards east and turns to right, runs 10 cm and turns to right, runs 9 cm and again turns to left, runs 5 cm and then turns to left, runs 12 cm and finally turns to left and runs 6 cm. Now which direction is the rat facing? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഇനി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? A rat runs 20 cm towards east and turns to right. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഒരു റാറ്റ് എന്ന് പറയുന്നത് 20 cm എങ്ങോട്ടാണ്? ഈസ്റ്റിലോട്ടാണ്. സോ ഈസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. ഓക്കെ, നമുക്ക് ദിസ് ബി ദ റാറ്റ്. ഓക്കെ, ഇവിടെ നിന്ന് 20 cm ഈസ്റ്റിലോട്ട് പോയി. അവിടെ നിന്നും ടേൺസ് ടു റൈറ്റ്. ഈസ്റ്റിൻ്റെ റൈറ്റ് എന്ന് പറയുന്നത് താഴോട്ടാണ്. ഓക്കെ, താഴോട്ട്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വായിക്കാം. ആൻഡ് ടേൺസ് ടു റൈറ്റ്, റൺസ് 10 cm. ഓക്കെ, 10 cm വരെയാണ് പോകുന്നത്. ഓക്കെ, ദിസ് ബി ദ 10 cm. ഇതുവരെ ഓക്കെ അല്ലേ? അടുത്ത സ്റ്റേറ്റ്മെന്റ്, ആൻഡ് ടേൺസ് ടു റൈറ്റ്, റൺസ് 9 cm. ഓക്കെ, ഇവിടെ നിന്ന് റൈറ്റ് ടേൺ എടുത്തിട്ട് 9 cm വരെ പോകുന്നെന്നാണ് പറഞ്ഞത്. സോ ദിസ് ഇസ് സൗത്ത് വേർഡ്. സൗത്തിൻ്റെ റൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. സോ 9 cm വരെ വന്നു എന്ന് പറഞ്ഞു. ക്ലിയർ അല്ലേ? അടുത്ത സ്റ്റേറ്റ്മെന്റ്, ആൻഡ് എഗെയിൻ ടേൺസ് ടു ലെഫ്റ്റ്, റൺസ് 5 cm. ഓക്കെ, അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് 5 cm. സോ ദിസ് ഇസ് വെസ്റ്റ്. വെസ്റ്റിൻ്റെ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഡൗൺവേർഡ്സ് ആണ്. സോ 5 cm. ഓക്കെ അല്ലേ? 5 cm. എന്നിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് ആൻഡ് ടേൺസ് ടു ലെഫ്റ്റ്, 5 cm വന്നിട്ട് വീണ്ടും അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കുക. അപ്പോൾ സൗത്തിൻ്റെ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. ഓക്കെ, സോ ലെഫ്റ്റ് എടുക്കുമ്പോൾ എത്ര ദൂരം പോകുന്നുണ്ട്? റൺസ് 5 cm ആൻഡ് ദെൻ ടേൺസ് ടു ലെഫ്റ്റ്, റൺസ് 12 cm. ഓക്കെ, ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് 12 cm. 12 cm. ഓക്കെ, ആൻഡ് ഫൈനലി ടേൺസ് ടു ലെഫ്റ്റ് ആൻഡ് റൺ 6 cm. ഓക്കെ, അവിടെ നിന്ന് വീണ്ടും ഒരു ലെഫ്റ്റ് എടുത്തിട്ട് 6 cm ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദിസ് ഈസ് ഈസ്റ്റ്. ഈസ്റ്റിൻ്റെ ലെഫ്റ്റ് എന്ന് പറയുന്നത് അപ്വേർഡ്സ് ആണ്. ദറ്റ് ഈസ് 6 cm ആണ് എടുക്കുന്നത്. സോ 6 cm. The final question is, now which direction is the rat facing? So this is the final direction. അപ്പോൾ ഇത് എന്ത് ഡയറക്ഷൻ ആണ്? ഇതെന്ത് ഡയറക്ഷൻ ആണ്? ദാറ്റ് ഈസ് നോർത്ത് ഡയറക്ഷൻ ആണ്. ഞാൻ ഒന്നും കൂടെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാം. A rat runs 20 cm towards east. This be the rat. Rat 20 cm ഈസ്റ്റിലോട്ട് പോയി. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ്. ആൻഡ് ടേൺസ് ടു റൈറ്റ്, റൺസ് 10 cm. അവിടെ നിന്ന് ഒരു റൈറ്റ് ടേൺ എടുത്തിട്ട് 10 cm ട്രാവൽ ചെയ്തു. ആൻഡ് ടേൺസ് ടു റൈറ്റ്, റൺസ് 9 cm. അവിടെ നിന്ന് റൈറ്റ് എടുത്തു. സൗത്തിൻ്റെ റൈറ്റ് ഇങ്ങോട്ടാണ്. 9 cm ട്രാവൽ ചെയ്തു. ആൻഡ് അഗെയിൻ ടേൺസ് ടു ലെഫ്റ്റ്, റൺസ് 5 cm. സോ വെസ്റ്റിൻ്റെ ലെഫ്റ്റ് 5 cm. വെസ്റ്റിൽ നിന്ന് ലെഫ്റ്റ് ടേൺ എടുത്തു. 5 cm വരെ ട്രാവൽ ചെയ്തു. ആൻഡ് ദെൻ ടേൺസ് ടു ലെഫ്റ്റ്, റൺസ് 12 cm. സോ അവിടെ നിന്ന് വീണ്ടും ഒരു ലെഫ്റ്റ് ടേൺ എടുത്തിട്ട് 12 cm. സോ ദിസ് ഇസ് സൗത്ത്. സൗത്തിൻ്റെ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. 12 cm ട്രാവൽ ചെയ്തു. ദെൻ ഫൈനലി ഇറ്റ് ടേൺസ് ടു ലെഫ്റ്റ് ആൻഡ് റൺ 6 cm. സോ ഇവിടെ എന്ന് പറയുന്നത്, ഇവിടെ നിന്നും വീണ്ടും ഒരു ലെഫ്റ്റ് ടേൺ എടുത്തു. ദിസ് ഇസ് ഈസ്റ്റ്. ഈസ്റ്റിൽ നിന്നും ഒരു ലെഫ്റ്റ് എടുത്തു. അപ്വേർഡ്സ് ആണ്. 6 cm ആണ്. സോ ഫൈനൽ എന്ത് ഡയറക്ഷനിലാണ് റാറ്റ് നിൽക്കുന്നത്? ദാറ്റ് ഈസ് നോർത്ത്. സോ ഇതാണ് അതിൻ്റെ ഒരു പോക്ക്.
ഇനിയും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫർദർ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഇനി ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഇനിയും ഒരു ക്വസ്റ്റ്യൻ ഇട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാലും മതി. ഒന്നും കൂടെ അത് കുറച്ചും കൂടെ ബ്രീഫ് ചെയ്തെടുക്കാം, കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോ ഹിയർ ഗോസ്. John walked 25 meters towards west, took a right and walked 35 meters. Then he took a left turn and walked 25 meters. In which direction is he now from the starting point? ഇതും IBPS PO 2005 ചോദിച്ചൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ജോൺ വാക്ക് 25 മീറ്റേഴ്സ് ടുവേർഡ്സ് വെസ്റ്റ്. അപ്പോൾ വെസ്റ്റിലോട്ട് 25 മീറ്റർ ദൂരം ജോണ് നടന്നു എന്നാണ് പറയുന്നത്. അപ്പം ജോണിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് നമുക്ക് ഇതായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, വെസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. സോ സോറി, എൻ്റെ വര ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കുന്നുണ്ടാന്നേ. ഇങ്ങനെയൊക്കെ ആവും, ഡയഗ്രാമൊക്കെ ചിലപ്പോൾ ചരിഞ്ഞും മറിഞ്ഞുമൊക്കെ പോവും. കാര്യമാക്കരുത്, കാരണം ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കുമ്പോൾ ബാലൻസ് തെറ്റുന്നുണ്ടേ. ഓക്കെ, അപ്പം നമുക്ക് ജോണിൻ്റെ യാത്ര തുടങ്ങാം. ജോണ് വെസ്റ്റ് ഡയറക്ഷനിലോട്ട് 25 മീറ്റേഴ്സ് വരെ വന്നു. ഓക്കെ, അവിടെ നിന്നും ടുക്ക് എ റൈറ്റ് ആൻഡ് വാക്ക് 35 മീറ്റേഴ്സ്. സോ ഫ്രം ദെയർ ഹി ടുക്ക് റൈറ്റ് ടേൺ ആൻഡ് വാക്ക് 35 മീറ്റേഴ്സ്. സോ ദിസ് ഇസ് വെസ്റ്റ്. വെസ്റ്റിൻ്റെ റൈറ്റ് എന്ന് പറഞ്ഞാൽ അപ്വേർഡ്സ് ആണ്. സോ ദാറ്റ് ഈസ് 35 മീറ്റേഴ്സ്. ഓക്കെ, ഇതുവരെ ശരിയല്ലേ കിട്ടുണി ചേട്ടാ? അപ്പം അടുത്തത്, ദെൻ ഹി ടുക്ക് എ ലെഫ്റ്റ് ടേൺ ആൻഡ് വാക്ക് 25 മീറ്റേഴ്സ്. സോ അവിടെ നിന്നും ഒരു ലെഫ്റ്റ് ടേൺ എടുത്ത് വീണ്ടും 25 മീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാം. 25 മീറ്റേഴ്സ്. ഓക്കെ, ഐ ഹോപ്പ് യു ക്യാൻ സീ, അല്ലെങ്കിൽ ഒരു മിനിറ്റ് വെയിറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കാണാം. ഓക്കെ, അപ്പം അവിടെ നിന്ന് 25 മീറ്റേഴ്സ്. സോ ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്? സിമ്പിൾ, അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഈ ഫൈനൽ പോയിൻറ്റിൻ്റെ ഡയറക്ഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. അതായത് കവി ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്നും നോക്കുമ്പോൾ ജോൺ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇപ്പോൾ ഏത് ഡയറക്ഷനിലാണോ ഉള്ളത്? ഇത് ഏത് ഡയറക്ഷനാണ്? നിങ്ങളുടെ ഡയഗ്രാമിൽ നോക്കിയ പ്ലോട്ട് ചെയ്ത് ദാറ്റ് ഈസ് നോർത്ത് വെസ്റ്റ്. യെസ്, സിംപ്ലി ഇറ്റ്സ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, നോർത്ത് വെസ്റ്റ്. ഒന്നും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഈ ക്വസ്റ്റ്യൻ. ജോൺ വാക്ക് 25 മീറ്റേഴ്സ് ടുവേർഡ്സ് വെസ്റ്റ്. ഇതാണ് ജോൺ. ജോണോ രവിയോ രാഹുലോ ആരെങ്കിലും ആവട്ടെ, ജോൺ. ഓക്കെ, ഇപ്പോൾ ജോണ് 25 മീറ്റേഴ്സ് വെസ്റ്റിലോട്ട് വെച്ച് നടന്നു. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കഴിഞ്ഞേ. ഇനി അവിടെ നിന്നും took a right and walked 35 meters. So from there he took a right turn and he walked 35 meters. So this is west. വെസ്റ്റിൻ്റെ റൈറ്റ് എന്ന് പറയുന്നത് അപ്വേർഡ്സ് ആണ്. സോ എത്ര ദൂരം വരെ പോയി? 35 meters. So the second സ്റ്റേറ്റ്മെൻറ്റും ഓക്കെ ആയി. Then he took a left turn and walked 25 meters. So അവിടെ നിന്നും ഒരു ലെഫ്റ്റ് ടേൺ എടുത്ത് 25 meters വരെ നടന്നു. So this is north. ഇത് നോർത്ത് അല്ലേ? നോർത്തിൻ്റെ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡാണ്. സോ എത്ര ദൂരം നടന്നു? 25 meters. അത്രയേ ഉള്ളൂ, തീർന്നു. ഇൻ ദ ഫൈനൽ ക്വസ്റ്റ്യൻ ഈസ് ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹീ നൗ ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ ജോൺ ഇപ്പോൾ എവിടെയാണുള്ളത്? സോ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ ജോൺ നോർത്ത് വെസ്റ്റ് ഡയറക്ഷനാണ് അതിൻ്റെ ആൻസർ. നേരത്തെ മനസ്സിലാവാത്തവർക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴെങ്കിലും കുറച്ചും കൂടെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ആൻസർ നല്ലപോലെ നോക്കിക്കോളൂ. സോ യെസ്, അപ്പം നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് തേർഡ്. സോ ഫസ്റ്റ് നമ്മളെന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷനാണ് കണ്ടുപിടിച്ചത്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്റർ ഡയറക്ഷനുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്തത്. ഇനി മൂന്നാമത്തത് വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. സോ ഹിയർ ഗോസ് എ ക്വസ്റ്റ്യൻ. സോണി വാക്ക് 40 meter towards north, took a left turn and walked 20 meter. She again took a left turn and walked 40 meter. How far and in which direction is she from the starting point? So ഇതാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ചെയ്ത് തുടങ്ങാം. സോ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് നമുക്ക് പോകാം. സോണി വാക്ക് 40 meter towards north. ഓക്കെ, അപ്പം നമുക്ക് ഇത് സോണിയാകാം. നോർത്തിലോട്ടാണ് പോകുന്നത് സോണി. 40 meter ഡിസ്റ്റൻസ്, അപ്പോൾ 40 meter ആണ് കേട്ടോ. 40 meter. ഓക്കെ, took a left turn and walked 20 meter. അവിടെ നിന്ന് ഒരു ലെഫ്റ്റ് ടേൺ എടുത്തിട്ട് 20 meter. ഓക്കെ, സോ നോർത്തിൻ്റെ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. സോ 20 meter. ഓക്കെ,
20 meter. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും കഴിഞ്ഞു. അടുത്തത് ഷീ അഗെയിൻ ടുക്ക് എ ലെഫ്റ്റ് ടേൺ ആൻഡ് വാക്ക് 40 meter. അവിടെ നിന്നും വീണ്ടും ഒരു ലെഫ്റ്റ് ടേൺ എടുത്തിട്ട് 40 meter ട്രാവൽ ചെയ്തു. സോ ദിസ് ഇസ് വെസ്റ്റ്. വെസ്റ്റിൻ്റെ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ്സ് ആണ്. സോ 40 meter. ഇത് 40 അല്ല, അപ്പോൾ ഇത് 40 meter. ഓക്കെ. ഹൗ ഫാർ ആൻഡ് ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഷീ ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ സോണി ഇപ്പോൾ എവിടെയാണ് ആൻഡ് ഇത് എത്ര ഡിസ്റ്റൻസ് എന്നാണ് ചോദിക്കുന്നത്. സിംപ്ലി വി ക്യാൻ ആൻസർ. ഇത് 20 അല്ലേ, അപ്പോൾ ഇതും എത്രയാണ്? 20 meter. സോ ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് നോക്കുമ്പോൾ സോണി ഇപ്പോൾ എങ്ങോട്ടാണ്? ദിസ് ഇസ് വെസ്റ്റ് ആണ്. യെസ്, ആബ്സല്യൂട്ട്ലി, ഇതാണ് ആൻസർ. ഓക്കെ, ഒന്നും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, സോണി വാക്ക് 40 meter ടുവേർഡ്സ് നോർത്ത്. ഇത് സോണി 40 meter ടുവേർഡ്സ് നോർത്തിലോട്ട് പോയി. അവിടെ നിന്നും ഒരു ലെഫ്റ്റ് ടേൺ എടുത്തു 20 meter. വീണ്ടും അവിടെ നിന്ന് ഒരു ലെഫ്റ്റ് ടേൺ എടുത്തു 40 meter, ദാറ്റ് ഈസ് ഡൗൺവേർഡ്സ്. സോ ദ ഫൈനൽ ക്വസ്റ്റ്യൻ ഈസ് ഹൗ ഫാർ ആൻഡ് ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഷീ ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ സോണി ഇപ്പോൾ ഏത് ഡയറക്ഷനിലാണ് ആൻഡ് എത്ര ഡിസ്റ്റൻസിലാണ്, അത് ഹൗ ഫാറിലാണ് ചോദിക്കുന്നത്. അപ്പം ദാറ്റ് ഈസ് 20 meter ആൻഡ് വെസ്റ്റ് ഡയറക്ഷൻ ഈസ് ദി റൈറ്റ് ആൻസർ. അപ്പോൾ ഒന്നും കൂടെ നോക്കിക്കോളൂ, വളരെ സിമ്പിളാണ്. ഈ ക്വസ്റ്റ്യൻ ഞാനൊരു മോഡൽ തന്നതാണ്, ഇതെവിടെയും ചോദിച്ചിട്ടില്ല. ഇതുപോലത്തെ പാറ്റേൺ ക്വസ്റ്റ്യൻ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഇതൊരു ക്വസ്റ്റ്യൻ ആട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെ ഈ മോഡൽ ക്വസ്റ്റ്യനും ചോദിക്കും, എത്ര ദൂരം അതിൻ്റെ ഏത് ഡയറക്ഷനിലാണ്, അങ്ങനെയൊക്കെ മോഡലിൽ ചോദിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 2-3 മോഡൽ നമ്മൾ കണ്ടു. ഇനി അടുത്തൊരു മോഡലാണ്, അതായത് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ഉള്ളവ. സോ ഹിയർ കംസ് ദ ക്വസ്റ്റ്യൻ. Alan is facing south. He turns 135 degree in clockwise direction and then 180 degree in anti-clockwise direction. Which direction am I facing now? അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് പോകാം. സോ അലൻ ഈസ് ഫേസിങ് സൗത്ത്. അപ്പം തൽക്കാലം ഇതായിരിക്കട്ടെ അലൻ. ഓക്കെ, അലൻ സൗത്ത് ഫേസ് ചെയ്യണം. എത്ര ദൂരമെന്നൊന്നും പറഞ്ഞിട്ടില്ല, സൗത്ത് ഫേസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ അലൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നതാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അലൻ എന്ന് പറഞ്ഞാൽ എഴുതാൻ നിൽക്കണ്ട, ഒരു എ എന്നോ എക്സ് എന്നോ പ്ലോട്ട് ചെയ്തിട്ട് ഡോട്ട് പ്ലോട്ട് ചെയ്തങ്ങ് ചെയ്തോളാം കേട്ടോ. ഓക്കെ, അപ്പോൾ അലൻ ഈസ് ഫേസിങ് സൗത്ത്. ഹി ടേൺസ് 135 degree in clockwise direction. ഓക്കെ, 135 degree in clockwise direction പറയുന്നത്. സോ ഞാൻ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഡോട്ട് ഇടുക. ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. സോ ഇത് ഇത്രയും 180 degree ആണെന്ന് നമുക്കറിയാം. അതായത് ഇത് ഇത്രയും 180 degree ആണ് നമുക്കറിയാം. അറിയില്ല എന്നുണ്ടെങ്കിൽ അറിഞ്ഞോളൂ, അതത്രയും 180 degree ആണ്. ഓക്കെ, അപ്പം ഇവിടെയും ഞാനൊരു സെപ്പറേഷൻ തന്നേക്കാം. ഓക്കെ, സോ ഇതിത്രയും എത്രയാണ്? 90 degree. ഇതിത്രയും 90 degree ആണ്. സോ 90 + 45 എന്ന് പറയുമ്പോൾ എത്രയാവും? 135. നമുക്ക് വേണ്ടത് 135 degree ആണേ. ഞാൻ നിങ്ങളെ കൂടുതൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നില്ല. ഓക്കെ, സോ ദിസ് ഇസ് 90 degree. 90 degree + 45 degree ആണ് നമ്മുടെ 135 degree എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് 90. അപ്പം ഇനി അടുത്തത് ഇത് 90 അല്ലേ, 90യുടെ പകുതിയാണ്. സോ ദിസ് ഇസ് 90 degree. ഓക്കെ, ദിസ് ഇസ് 90 degree ആൻഡ് ദിസ് ഇസ് 90 degree. സോ ഇവിടെ നിന്നും ക്ലോക്ക് വൈസ് ഡയറക്ഷൻ 135 എന്നാണ് പറയുന്നത്. സോ 90 + 45 ആണ് 135. അതായത് 90യുടെ പകുതി. 90യുടെ പകുതിയാണ് 45. 45 + 45 90. സോ 90യുടെ പകുതി 45. സോ ഇതിത്രയും എന്താണ്? ഇതിത്രയുമാണ് 135 degree. ഓക്കെ അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഞാൻ വായിക്കാം. അലൻ ഈസ് ഫേസിങ് സൗത്ത്. അലൻ സൗത്തിൽ ഫേസ് ചെയ്യാണ്. He turns 135 degree in clockwise direction. So from there he turns 135 degree in clockwise direction. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോൾ അലൻ ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതുവരെ ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പോകാം. ആൻഡ് ദെൻ 180 degree in ആൻറ്റി ക്ലോക്ക് direction. സോ അവിടെ നിന്നും എന്ത് ചെയ്യാണ് കക്ഷി? വീണ്ടും അവിടെ നിന്നും ആൻറ്റി ക്ലോക്ക് ഡയറക്ഷനിലോട്ട് 180 degree. സോ ഇപ്പം നിൽക്കുന്നത് അലൻ ഇവിടെ നിൽക്കുക. ഇതിൻ്റെ 180 degree ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ് വരുന്നത്. ദിസ് ഇസ് നെഗറ്റീവ്. അങ്ങോട്ട് പോസിറ്റീവ്, അങ്ങോട്ട് ക്ലോക്ക് വൈസും ഇങ്ങോട്ട് ആൻറ്റി ക്ലോക്ക് വൈസും. സോ ഇവിടെ നിന്നും 180 degree എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്
ഇവിടെ ഇത് ഇത്രയും 180 ആണ്. ഓക്കെ, സോ ഇപ്പോൾ അലൻ എവിടെയാണ് നിൽക്കുന്നത്? ഇവിടെയാണ് അലൻ നിൽക്കുന്നത്. ക്ലിയർ അല്ലേ? സോ ദ ഫൈനൽ ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ഡയറക്ഷൻ ആം ഐ ഫേസിങ് നൗ? ഇപ്പോൾ ഏത് ഡയറക്ഷനിലാണ് അലൻ നിൽക്കുന്നത്? ഇത് ഏത് ഡയറക്ഷനായത്? സൗത്ത് ഈസ്റ്റ്. സോ ദ ആൻസർ ഈസ് സൗത്ത് ഈസ്റ്റ്. ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം, തലയ്ക്കൊന്നും കൈ വെക്കണ്ട, ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അലൻ ഈസ് ഫേസിങ് സൗത്ത്. ഇവിടെ നിൽക്കുന്ന അലൻ സൗത്തിലോട്ട് ഫേസ് ചെയ്യാണ്. അതൊക്കെ ആണല്ലോ. അവിടെ നിന്നും ഹി ടേൺസ് 135 ഡിഗ്രി ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇവിടെ നിന്ന് 135 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. അതാണ് ഇവിടെയാണത്. ഇത് 90 ആണെന്ന് അറിയാം. 90 + 45 ആണ് 135. സോ ഇവിടത്തെ സോ ആ ഒരു ഇതിൽ പ്ലോട്ട് ചെയ്ത്, സോ ദിസ് ഇസ് ഇവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, ഫ്രം ദർ ഹി ടേക്സ് ആൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, അതായത് 180 ഡിഗ്രി വരെ. ഇവിടെ നിന്നും ആൻറ്റി ക്ലോക്ക് വൈസ് 180 ഡിഗ്രി, അതായത് നേരെ ഇവിടെ. സോ ഇപ്പോൾ അലൻ എന്ത് ഡയറക്ഷനിലോട്ടാണ് ഫേസ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് സൗത്ത് ഈസ്റ്റ്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. എനിക്ക് നല്ലപോലെ നിരീക്ഷിച്ചോളൂ ആ ഡയഗ്രാം. ഇനി അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. സോ ഹിയർ കംസ് ദ ക്വസ്റ്റ്യൻ. P is west of Q and east of R. S is north east of R. Who is the farthest north? ഇതാണ് ക്വസ്റ്റ്യൻ കാണുമ്പോഴേ പണ്ടാരം അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, സിമ്പിളാണ്. നമുക്ക് പോവാം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണ് P is west of Q. P is west of Q. അതിൻ്റെ മലയാളം എന്താ? ക്യൂവിൻ്റെ വെസ്റ്റിൽ P എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. സോ ക്യൂ ഇവിടെ ഇരുന്നോട്ടെ. ക്യൂവിൻ്റെ വെസ്റ്റിൽ ആരുണ്ട്? P. എത്ര ദൂരം തന്നിട്ടില്ല, നമുക്ക് ജസ്റ്റ് ഒരു അസംഷനിൽ പ്ലോട്ട് ചെയ്യാം. ആൻഡ് ഈസ്റ്റ് ഓഫ് R. അപ്പോൾ P ക്യൂവിൻ്റെ വെസ്റ്റുമാണ്, എന്നാൽ ആറിൻ്റെ ഈസ്റ്റിലുമാണ്. അപ്പം ഇവിടെ ആറിൻ്റെ ഈസ്റ്റിലും P വരും. മനസ്സിലായോ? ഒന്നും കൂടെ ഞാൻ പറയാം. P ഈസ് വെസ്റ്റ് ഓഫ് Q ആൻഡ് ഈസ്റ്റ് ഓഫ് R. അതായത് ക്യൂവിൻ്റെ വെസ്റ്റിൽ Pയും വരും ആൻഡ് ആറിൻ്റെ ഈസ്റ്റിൽ Pയും വരും. P ഈസ് വെസ്റ്റ് ഓഫ് Q. P ക്യൂവിൻ്റെ വെസ്റ്റിലാണ്. ഓക്കെ ആണ്. ആൻഡ് ഈസ്റ്റ് ഓഫ് R, എന്നാൽ ആറിൻ്റെ ഈസ്റ്റിലും P വരും. അതാണ് ഇതിൽ പറയുന്നത്. ഒരു 80% എങ്കിലും ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. S ഈസ് നോർത്ത് ഈസ്റ്റ് ഓഫ് R. എസ് നോർത്ത് ഈസ്റ്റ് ഓഫ് R. അപ്പം ആറിൻ്റെ നോർത്ത് ഈസ്റ്റിൽ ആരാണുള്ളത്? എസ്. നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് എങ്ങോട്ടാ? ഇങ്ങോട്ട്. സോ ദിസ് ഇസ് അവിടെ എസ് ഉണ്ട്. ഓക്കെ. ഹൂ ഈസ് ദ ഫാർത്തസ്റ്റ് നോർത്ത്? നോർത്തിൽ നിന്നും ഫാർത്തസ്റ്റ് ആയിട്ടിരിക്കുന്ന ആരാ? സൗത്ത്. സിമ്പിൾ. ഒന്നും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. P ഈസ് വെസ്റ്റ് ഓഫ് Q. ക്യൂവിൻ്റെ വെസ്റ്റിൽ P ആൻഡ് ഈസ്റ്റ് ഓഫ് R. ആറിൻ്റെ ഈസ്റ്റിലും P വരും. അതാണിത്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. എസ് ഇസ് നോർത്ത് ഈസ്റ്റ് ഓഫ് R. ആറിൻ്റെ നോർത്ത് ഈസ്റ്റിൽ എസ് ഉണ്ട്. ആറിൻ്റെ നോർത്ത് ഈസ്റ്റിൽ എസ് ഉണ്ട്. ഹൂ ഈസ് ദ ഫാർത്തസ്റ്റ് നോർത്ത്? എസ് ഇസ് ദി ആൻസർ. ഇത് മറ്റൊരു മോഡലാട്ടോ, നോട്ട് ചെയ്തോളൂ. അപ്പോൾ യെസ്, അപ്പം ഞാൻ പറഞ്ഞൊരു കോൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായതെന്ന് ഞാൻ കരുതുന്നു. ഫർദർ എന്തെങ്കിലും മനസ്സിലായില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് വിത്ത് മീ. ഇപ്പം ഒന്നെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലിടാം, ഞാൻ ആ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്തൊരു വീഡിയോ ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ മെസ്സേജ് മീ. എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ മെസ്സേജ് മീ. അപ്പം ഞാൻ ആ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇതൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ. സോ ഡയറക്ഷൻ ടെസ്റ്റ് വളരെ സിമ്പിൾ ഒരു ടോപ്പിക്കാണ്. നമ്മൾ സ്ട്രെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വെരി സിമ്പിൾ ടോപ്പിക്. നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലായാൽ വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ആൻഡ് ആസ് യൂഷ്വൽ നമുക്കറിയാം എല്ലാം കൊറോണ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങളെല്ലാവരും അറിയുന്നുണ്ട്. സോ സ്റ്റേ സേഫ്, സ്റ്റേ അറ്റ് ഹോം. മാസ്കും കാര്യങ്ങളും ഒക്കെ ഇപ്പം ഞാൻ ഒരു മാസ്ക് ഇട്ടിട്ടുള്ളൂ. ആക്ച്വലി നിങ്ങൾ പുറത്തിറങ്ങുമ്പം 2 മാസ്ക് മസ്റ്റായിട്ടും യൂസ് ചെയ്യണം. അറിയാമല്ലോ ഇപ്പോഴത്തെ ഗൈഡ് ലൈൻസ് എന്താണ്. അൺവാണ്ടഡായിട്ട് പുറത്തിറങ്ങാതെ ഇരിക്കുക. എല്ലാവരുടെ ഹെൽത്ത് നോക്കുക. എവിടെയെങ്കിലും ഇൻ കേസ് എമർജൻസിക്ക് പുറത്ത് പോയാലും സാനിറ്റൈസ് യുവർ ഹാൻഡ്. എപ്പോഴും SMS എന്ന വേർഡ് നിങ്ങൾ കീപ്പ് ചെയ്യുക. ദാറ്റ് ഈസ് സെൽഫ് ഡിസ്റ്റൻസിങ്, മാസ്ക്, സാനിറ്റൈസർ. ഇത് 3 മസ്റ്റായിട്ടും കീപ്പ് ചെയ്യുക എവിടെയാണെങ്കിലും. സോ സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ സേഫ്. ബൈ.